ഹലോ ശിവ, എന്താ മുത്തശ്ശ? നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഓഫീസിലാണ്. എന്തേലും ആവശ്യമുണ്ടോ? നീ വരുമ്പോ നിന്റെ ഫ്രണ്ട് അജുവിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അവനെ കൊണ്ട് എന്തേലും കാര്യമുണ്ടോ? അതൊക്കെ പിന്നെ പറയാം, നീ കൂട്ടിയിട്ട് വന്നാ മതി. മുത്തശ്ശൻ ഇപ്പൊ അജുവിനെ കൊണ്ട് എന്ത് കാര്യമായിരിക്കും? ആ തിരുമേനി ഉള്ളതല്ലേ, വീണ്ടും എന്തെങ്കിലും പൂജ ഉണ്ടാകും. അതിനെന്തേലും ചെയ്യാനായിരിക്കും. അന്ന് പൂജയ്ക്ക് നേരത്തെ പോവാത്തതുകൊണ്ട് എന്നോട് കുറച്ച് ദേഷ്യത്തിലാണല്ലോ. ഡാജു, നീ ഞാൻ പോകുമ്പോ കൂടെ വരണേ. എവിടേക്ക്? എന്റെ വീട്ടിലേക്ക്. അല്ലാതെ പിന്നെ ഞാൻ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് വരുന്നത്? നീ എന്തേലും കുഴപ്പമുണ്ടാക്കിയോ? ഞാൻ എന്ത് ചെയ്യാൻ? അല്ല, നിന്റെ അച്ഛൻ എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതാണോന്നൊരു പേടി. പിന്നെ അച്ഛന് പോലീസിലാണല്ലോ പണി. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. നീ എന്ത് ചെയ്താലും എല്ലാവരും ആദ്യം ചോദിക്കുന്നത് എന്നോടായിരിക്കും. അതിന് ഞാനിപ്പോ ഒന്നിനും പോവാതെ അവന്മാരുമായിട്ടുള്ള കൂട്ടുകെട്ടൊക്കെ നിർത്തിയപ്പോ തന്നെ നന്നായി എന്നാ അച്ഛൻ പറയുന്നത്. അങ്ങനെയായ നിനക്കും എനിക്കും കൊള്ളാം. അല്ലെങ്കിൽ രണ്ടാൾക്കും നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് കൊള്ളും, അത്ര തന്നെ. ഡാ പൊട്ട, അച്ഛനല്ല മുത്തശ്ശനാണ് നിന്നെ കാണേണ്ടത്. എന്നാലും മുത്തശ്ശൻ എന്തിനായിരിക്കും എന്നെ കാണണമെന്ന് പറഞ്ഞത്? എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. പൂജയ്ക്ക് വല്ല സാധനവും വാങ്ങാനായിരിക്കും. അതിന് പൂജയൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയും ഉണ്ടെന്നാ തോന്നുന്നത്. ആ തിരുമേനി വീട്ടിൽ തന്നെ ഉണ്ട്, തിരിച്ചു പോയിട്ടില്ല. ഇനി എന്തു പൂജ? ആ പറഞ്ഞിട്ടും കാര്യമില്ല. നിന്നൊക്കെ നന്നാക്കാൻ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കാന്ന് കരുതി കാണും നിന്റെ വീട്ടുകാർ. എനിക്കെന്താ വല്ല ബാധ കയറിയതാണോ പൂജ ചെയ്ത് ശരിയാക്കാൻ? ഇത്രയും കാലം കുറെ ബാധകൾ കൂടെ ഉണ്ടായിരുന്നല്ലോ. അതിലൊരു ബാധ ഇപ്പോഴും ഒഴിയ ബാധയായിട്ട് കൂടെ ഉണ്ടല്ലോ. അതിനിടയിൽ എനിക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കല്ലേ. ഞാൻ ഇവിടെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത്. കേറി വാ അജു, മുത്തശ്ശൻ മുറിയിലായിരിക്കും. ആ, നീയും ഉണ്ടോ അജു? എന്തു പറ്റി ഇങ്ങോട്ട് വരാൻ? മുത്തശ്ശ ഇവനെ കാണണമെന്ന് പറഞ്ഞു അമ്മ. ആന്റിക്കറിയോ എന്നെ എന്തിനാ കാണണമെന്ന് പറഞ്ഞതെന്ന്? എന്റെ അമ്മയെ, ഇവനിത് കേട്ടത് മുതൽ വല്ലാത്ത പേടി. എനിക്കറിയില്ല അജു, ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. അതിന് നീ എന്തിനാ പേടിക്കുന്നത്? അതാണ് എനിക്കും മനസ്സിലാകാത്തത്. നിങ്ങളൊക്കെ ചിരിക്ക്. എനിക്കിവിടെ ടെൻഷൻ കാണാൻ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. നീ വാ, നമുക്ക് മുറിയിൽ പോയി നോക്കാം. അല്ല ശിവ, നിന്റെ മാമനും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. ഇവിടെയുണ്ട് മാമനും ഭാര്യയും മോളും, പിന്നെ മോളുടെ ഫ്രണ്ടും ഉണ്ട്. എങ്കിൽ മോളുടെ ഫ്രണ്ടിനെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. അത് നല്ലതാ. അയാളുടെ പേര് അജു എന്നാണ്. അജു എന്നതിന്റെ ഫുൾ നെയിം എന്താ? അജയ് വാസുദേവ് എന്നാണ്. അയ്യേ, ആണായിരുന്നോ? പിന്നെ മോ എന്ത് കരുതി? ഇപ്പൊ നിനക്ക് പരിചയപ്പെടണ്ടേ? എന്തിന്? ദേ, അവിടെ നിന്ന് സംസാരിക്കുന്ന കണ്ടോ? അതാണ് മാമന്റെ മോൾ, നക്ഷത്രയും ഫ്രണ്ട് അജു. നമുക്ക് പോകുന്നതിന് മുമ്പ് വിശദമായി പരിചയപ്പെടാം. ഇപ്പൊ തൽക്കാലം മുത്തശ്ശനെ കാണാം. ആ പെൺകുട്ടിയെ ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ട്. നീ എന്താ ഇപ്പോഴേ അവളെ വളയ്ക്കാനുള്ള പരിപാടിയാണോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ലാതെ പിന്നെ വായി നോക്കി ആമ്പിള്ളയുടെ സ്ഥിരം ഡയലോഗൊക്കെ പറയുന്നുണ്ടല്ലോ. ഒന്ന് പോയടാ, ഞാൻ കാര്യമായി പറഞ്ഞതാ. എന്റെ തോന്നലാണോന്നറിയില്ല, കണ്ടതുപോലെ ഉണ്ട്. എങ്കിൽ തോന്നലാണെന്ന് ഉറപ്പിച്ചോ. എന്തേ? ആ സാധനം ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത് എന്നാണ് മാമൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. മുത്തശ്ശ, അജു വന്നിട്ടുണ്ട്. ആ മോനെ വാ, ഇവിടെ ഇരിക്കേ. ഇനി നീ പൊയ്ക്കോ ശിവ, എനിക്ക് അജുവിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതെന്താ ഞാൻ കേൾക്കാൻ പാടില്ലാത്ത കാര്യം? അതൊക്കെയുണ്ട്, നിന്നോടെല്ലാം ഞാൻ പിന്നെ പറയാം. എന്താ മുത്തശ്ശ കാര്യം? എനിക്കല്ല നിന്നോട് സംസാരിക്കാനുള്ളത്. ശിവ പറഞ്ഞിട്ടില്ലേ ഇവിടെ പൂജയൊക്കെ നടത്തിയത്? ആ, തിരുമേനി തിരിച്ചു പോയിട്ടില്ല, ഇവിടെ ഉണ്ടെന്ന് ഇപ്പൊ വരുമ്പോ പറഞ്ഞതേ ഉള്ളൂ. ആ, തിരുമേനിക്കാണ് നിന്നോട് സംസാരിക്കാനുള്ളത്. വാ, നമുക്ക് പോയി അദ്ദേഹത്തെ കാണാം. ഞങ്ങൾ അകത്തോട്ട് വന്നോട്ടെ തിരുമേനി? ആ, കയറി വാ. ഇതാണ് ശിവയുടെ ഫ്രണ്ട് അജു. നിങ്ങൾ സംസാരിക്കും, ഞാൻ വാതിലടച്ചേക്കാം. ഇദ്ദേഹത്തിന് എന്താണാവോ എന്നോട് ചോദിക്കാനുള്ളത്? അജു എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല തിരുമേനി, എനിക്കറിയാനുള്ളത് ശിവയെക്കുറിച്ചാണ്. പത്മനാഭൻ പറഞ്ഞ് അജു കുറെ കാലമായി ശിവയുടെ കൂടെ ഉണ്ടെന്ന്. ഞാൻ അവന്റെ കൂടെ ഡിഗ്രി ചെയ്യുന്ന സമയം മുതലുണ്ട്. അവന്റെ എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കും അല്ലേ? നിങ്ങൾ അവസാനമായി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ബാംഗ്ലൂരിൽ പോയപ്പോ എന്താ ഉണ്ടായത്? അജു ആകെ ഒരു ഞെട്ടല്ലായിരുന്നു. ആരും അറിഞ്ഞിട്ടില്ലെന്ന് വിചാരിച്ച് സമാധാനിച്ചു നിന്നതാണ്. ഇപ്പൊ ഇദ്ദേഹം അറിഞ്ഞെങ്കിൽ ബാക്കി എല്ലാവരും അറിയും. ശിവയുടെ നിരപരാധിത്വം ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അജു പേടിക്കേണ്ട, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ആരോടും പറയാൻ പോകുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ള സംശയം തനിക്കുണ്ടല്ലേ? അതേ തിരുമേനി, നടന്നതൊക്കെ നേരിട്ടറിയുന്ന ഒരാളാണ് എന്നോട് പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞ താൻ വിശ്വസിക്കോ? തിരുമേനിക്ക് പെൺകുട്ടിയെ അറിയുമോ? ഞങ്ങൾ അവളെ അന്വേഷിച്ചു കുറെ കഷ്ടപ്പെട്ടു, പക്ഷെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവളെ കണ്ടുപിടിച്ച് ക്ഷമ ചോദിച്ചാൽ മാത്രമേ ശിവയ്ക്കിനി സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടാകും. അവൻ ആരോടും പറയുന്നില്ലെന്നേ ഉള്ളൂ. മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട്. എങ്കിൽ പറ, ഇത്രമാത്രം വിഷമിക്കാൻ ആ കുട്ടിയോട് ശിവ എന്താ ചെയ്തത്? അവൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. തന്റെ കൂട്ടുകാരെ ഒരുപാട് വിശ്വസിച്ചു പോയി. അതാണ് അവൻ ഇന്ന് ഈ അവസ്ഥ വരാൻ കാരണം. അവനെ കൊണ്ട് ഈ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചവൾ ഒരാളാണ് ഞാനും. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടിയെ കണ്ടുപിടിക്കാനൊക്കെ ഞാൻ അവന്റെ കൂടെ നിൽക്കുന്നത്. ഇപ്പോഴും താൻ കാര്യം പറഞ്ഞില്ലല്ലോ. തിരുമേനി കേട്ടതൊക്കെ ശിവയുടെ ഭാഗത്തു നിന്നും ആ കുട്ടിക്ക് നേരെ ഉണ്ടായ മോശാനുഭവങ്ങളെ കുറിച്ചായിരിക്കും അല്ലേ? എന്നാൽ അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അന്ന് അവിടെ ഉണ്ടായതൊക്കെ എല്ലാം വിശദീകരിച്ച് തിരുമേനിയോട് അവൻ പറഞ്ഞു.
തിരുമേനി എന്താ ഒന്നും പറയാത്തത്? ഇതിലിപ്പോ ഞാൻ എന്ത് പറയാനാണ്? കഴിഞ്ഞു പോയതിനെ പറ്റി പറഞ്ഞിട്ട് ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ. അവനോട് ആ കുട്ടി ക്ഷമിക്കില്ലേ തിരുമേനി? അത് തീരുമാനിക്കേണ്ടത് ആ കുട്ടിയല്ലേ? തെറ്റ് ചെയ്ത ആളുടെ അടുത്ത് അതിനെ ന്യായീകരിക്കാൻ എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടായാലും അതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ചവർക്ക് അത് ക്ഷമിക്കാൻ കഴിയണമെന്നില്ല. ഇങ്ങനെയൊക്കെ കണ്ടുമുട്ടണം എന്നാകും അവരുടെ വിധി. അജുവിന് ഈ പുനർജന്മത്തിലൊക്കെ വിശ്വാസമുണ്ടോ? അങ്ങനെ ഞാൻ ഇന്ന് വരെ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. ഞാനൊരു കഥ പറയാം, തനിക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. അതൊക്കെ തന്നെ മാത്രം ഇഷ്ടമാണ്. ലക്ഷ്മിയുടെ അനന്തന്റെ മനോഹരമായ പ്രണയവും ജീവിതവും അനന്തന്റെ മരണത്തിലൂടെയുള്ള അവരുടെ വേർപിരിയലും തുടർന്നുള്ള ലക്ഷ്മിയുടെ ആത്മഹത്യയും നാഗത്താന്മാരോടുള്ള അവളുടെ പ്രാർത്ഥനയും എല്ലാം തിരുമേനി അജുവിനോട് ഒരു കഥ പോലെ പറഞ്ഞു. അജുവിന് കുറെ സമയത്തേക്ക് ഒന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ല. അവരുടെ പ്രണയത്തിന് ഇങ്ങനെ ഒരു അവസാനം വേണ്ടിയിരുന്നില്ല അല്ലേ തിരുമേനി? എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ഓരോ വിധിയാണ്. അതിനെ തടയാനോ മാറ്റിമറിക്കാനോ ആർക്കും കഴിയില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അപകടങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എങ്കിൽ പോലും മരണമെന്ന സത്യത്തിൽ നിന്ന് ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയില്ല. എങ്കിലും അവർ രണ്ടാളും ഒന്നിച്ചു കഴിഞ്ഞിട്ട് മരിച്ചാലും സാരമില്ലായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു. ലക്ഷ്മിയുടെ അവസാന പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നാഗത്താന്മാരുടെ അനുഗ്രഹം കൊണ്ട് അവരുടെ പുനർജന്മം ഈ തറവാട്ടിൽ തന്നെ ജനിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ തനിക്ക് എന്തു തോന്നും? അങ്ങനെയൊക്കെ നടക്കുവോ? നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിയുടെ അനന്തന്റെ പ്രണയവും പൂർണ്ണമാകും അല്ലേ തിരുമേനി? പക്ഷെ ഇവിടെ ഇപ്പൊ അങ്ങനെ ആരാ ഉള്ളത്? പിന്നെ ഇതും ശിവയും ആ പെൺകുട്ടിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇതൊന്നും തന്നെ എനിക്ക് മനസ്സിലായില്ല തിരുമേനി. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഇത് മനസ്സിലാക്കാനും വിശ്വസിക്കാനും കുറച്ച് പ്രയാസമാണ്. ശിവയ്ക്കോ അച്ഛനോ അപകടം ഉണ്ടായതിനെ തുടർന്ന് ഇവിടെ ഉള്ളവർക്ക് തോന്നിയ പേടി കൊണ്ടാണ് എന്നെ തേടി ഇവർ വന്നതും ഞാൻ ഇതൊക്കെ അറിഞ്ഞതും. ഞങ്ങൾ എത്രയോ തലമുറകളായി ജ്യോത്സ്യവും പൂജകളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ഒരു ജോലി എന്നുള്ളതിനേക്കാൾ കർമ്മമായിട്ടാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. ഇപ്പൊ എനിക്ക് ഈ ജന്മത്തിൽ പൂർത്തീകരിക്കേണ്ട ഒരു കർമ്മമാണ് അവരുടെ കൂടിച്ചേരൽ. അതെന്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ എന്നെ സഹായിക്കാൻ ഏറ്റവും കൂടുതൽ കഴിയുന്നതും അജുവിനാണ്. ഞാൻ വേണോന്ന് കരുതി അല്ലെങ്കിലും ശിവയോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അവനെ സഹായിക്കാൻ പറ്റുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് തിരുമേനി. ഇപ്പോഴും എനിക്ക് എല്ലാം ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ എല്ലാം പറയാം. ശിവ ബാംഗ്ലൂരിൽ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ച പെൺകുട്ടി നക്ഷത്ര നന്ദൻ എന്ന അവന്റെ മാമൻ നന്ദന്റെ ഒരേ ഒരു മകളാണ്. ആ കുട്ടി തന്റെ കൂട്ടുകാരന്റെ കൂടെ തന്റെ മാതാപിതാക്കളുടെ നാട് കാണണം എന്ന് കരുതി ആരോടും പറയാതെ വന്നതായിരുന്നു അന്ന്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ ശിവ എനിക്ക് ആ കുട്ടിയെ കാണിച്ചു തന്നിരുന്നു. പക്ഷെ ദൂരെ നിന്നാണ് ഞാൻ കണ്ടത്. എന്നിട്ട് പോലും എവിടെയോ കണ്ടതുപോലെ തോന്നുമെന്ന് ഞാൻ ശിവയോട് പറഞ്ഞതാ. ആ കുട്ടി ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്റെ തോന്നലാണെന്ന് തോന്നി ഞാൻ അത് അപ്പൊ തന്നെ വിട്ടു. വിധിയുണ്ടെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുമെന്ന് പലപ്പോഴും ആൾക്കാർ പറയുന്നത് സത്യമാണല്ലേ? തിരുമേനിയോട് ഇതൊക്കെ പറയുന്നത് ആ കുട്ടിയാണോ? ഞാൻ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ അവൾക്ക് ഒരുപാട് ടെൻഷനായി. അത് കണ്ടപ്പോൾ ആ കുട്ടിയുടെ ഫ്രണ്ടാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. നന്ദൻ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ച സമയത്ത്. അതാണെന്ന് തോന്നുന്നു ആ കുട്ടിയെ കൂടുതൽ വിഷമിപ്പിച്ചത്. ശിവ ചെയ്ത കാര്യങ്ങൾ അറിഞ്ഞാൽ ഇവിടെ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ആ കുട്ടിക്കും തോന്നിയിട്ടുണ്ടാകും. എനിക്കും അറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നന്ദന്റെ കൂടെ ഉള്ളപ്പോൾ ആ കുട്ടിയോട് ചോദിക്കില്ലായിരുന്നു. ശിവ അവളെ കണ്ടിട്ടും അറിയാത്തതുപോലെ അഭിനയിക്കുന്നതാണെന്നാ അവൾ ഇപ്പോഴും കരുതുന്നത്. അവളെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശിവയുടെ പ്രവൃത്തിയുടെ പിന്നിലുണ്ടെന്ന് ആരും വിചാരിക്കില്ലല്ലോ. ശിവയും നക്ഷത്രയുമാണ് ലക്ഷ്മിയുടെ അനന്തന്റെയും പുനർജന്മം എന്നാണോ തിരുമേനി പറയുന്നത്? ഇവിടെ ഇപ്പോ അവര് രണ്ടുപേരും മാത്രമല്ലേ വിവാഹം കഴിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ളത്? എല്ലാവരുടെ അനുഗ്രഹത്തോടെ തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയണേ എന്നുള്ള ലക്ഷ്മിയുടെ പ്രാർത്ഥനയാവാം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യങ്ങളൊന്നും അത്ര എളുപ്പമല്ലല്ലോ തിരുമേനി. നക്ഷത്ര ഇപ്പോൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ശിവയാണ്. അവര് തമ്മിൽ വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കാൻ ഒരു ചാൻസും ഇല്ലാത്ത കാര്യമാണ്. അവന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് നമുക്ക് പറയാമെന്നല്ലാതെ അത് അവർക്ക് തോന്നണമെന്നില്ലല്ലോ. ആ കുട്ടിയുടെ അച്ഛനൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാൽ ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കാൻ പോണില്ല. വിവാഹത്തെ പറ്റി ഒക്കെ ചിന്തിക്കാൻ ഒരുപാട് സമയമുണ്ട് അജു. ഇപ്പോ നമുക്ക് കാവിലും നാഗത്തറയിലും വിളക്ക് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് ആ കുട്ടി തന്നെയാണ് ലക്ഷ്മിയുടെ പുനർജന്മെന്ന് തിരുമേനിക്ക് ഉറപ്പുണ്ടോ? അത് ഞാൻ പറയാനുള്ള കാരണങ്ങളും ഞാൻ പറഞ്ഞല്ലോ. ഇനി ഉറപ്പിക്കണമെങ്കിൽ ആ കുട്ടിയുടെ ജന്മനക്ഷത്രം ഏതെന്നറിയണം. നന്ദനോട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോ അവ അതൊന്നും ഇതുവരെ നോക്കിയിട്ടൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. അവിടെ തന്നെ ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. എനിക്ക് എന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കി ഇവിടെ നിന്നെ ഒരു മടക്കമുള്ളൂ എന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ തന്നെ തീരുമാനിച്ചതാണ്. ശിവയ്ക്ക് ആ കുട്ടിയെ അറിയുക പോലുമില്ല. ഇതൊക്കെ അറിഞ്ഞാൽ അവന്റെ പെരുമാറ്റം എന്താകുമെന്നാണ് എനിക്കറിയാത്തത്. അതെന്താ അങ്ങനെ ഒരു തോന്നൽ തനിക്കുണ്ടാകാൻ കാരണം? അവൻ ബോധത്തോടെ അല്ലെങ്കിലും ചെയ്ത തെറ്റിന് അവന് വല്ലാത്ത കുറ്റബോധമുണ്ട്. ആ കുട്ടിയോട് ക്ഷമ ചോദിക്കണമെന്നൊക്കെ കുറെ ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു അവൻ നടന്നത്. എന്നാലും കുറച്ചു നാളുകൾക്ക് മുമ്പ് അവന്റെ കഴുത്തിൽ ആ കുട്ടിയുടെ മാല ഞാൻ കണ്ടു. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ആ കുട്ടി അവന് ഇഷ്ടമാണെന്നും
ചെയ്ത തെറ്റിന് ക്ഷമിക്കുന്നവരെ കാത്തിരിക്കാനും തയ്യാറാണ് എന്നൊക്കെയാ. ഞാൻ കുറെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ അവൻ വേറെ ഒന്നിനെയും കുറിച്ച് ആലോചിക്കുന്നില്ല. ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയോട് അവൻ മോശമായി പെരുമാറുന്നത്. അതുകൊണ്ട് അവളെ ജീവിതകാലം മൊത്തം കൂടെ കൂട്ടി അവൻ സ്നേഹിക്കൂ എന്നൊക്കെയാ പറയുന്നത്. അവളുടെ ഭാഗത്തുനിന്നും എന്ത് തരത്തിലുള്ള ശിക്ഷയും സ്വീകരിക്കാൻ അവന് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നെ ശിക്ഷിക്കുന്നതിലൂടെ അവൾക്ക് എന്തേലും ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതിനും അവന് സമ്മതാണെന്നാ പറയുന്നത്. ഇപ്പൊ തൽക്കാലം നക്ഷത്രയാണ് അവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ച കുട്ടിയെന്ന് ശിവ അറിയാതിരിക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രവൃത്തി അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഇവിടെ എല്ലാവരും അതറിയും. പിന്നെ എന്തൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. എനിക്കും അങ്ങനെ തന്നെയാണ് തിരുമേനി തോന്നുന്നത്. ഞാൻ എന്നാ ഇപ്പൊ പൊയ്ക്കോട്ടെ. ഞാൻ ബാക്കി കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെ വിളിക്കാം. എന്താവശ്യമുണ്ടെങ്കിൽ തിരുമേനി വിളിച്ചോളൂ, ഞാൻ വന്നോളാം. അങ്ങനെയെങ്കിലും ചെയ്ത തെറ്റുകൾക്കൊരു പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റുമല്ലോ. ഇതൊക്കെ പറഞ്ഞു കേട്ട ആരെങ്കിലും വിശ്വസിക്കോ? സിനിമയിലും കഥയിലും ഒക്കെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഈ പുനർജന്മമൊക്കെ എന്റെ ജീവിതത്തിലും കേൾക്കുകയും കാണുകയും ചെയ്യുന്നുവെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. രാജു, ഇവൻ ഇത് എന്ത് പറ്റി? വിളിക്കുന്നൊന്ന് ഈ പൊട്ടൻ കേൾക്കുന്നില്ലേ? ഓടി വന്ന് ചുമലിൽ ഒരു അടി കൊടുത്തു ശിവ. നീ എന്താ എന്നെ അടിച്ചു കൊല്ലാൻ പോവാണോ? നിനക്കെന്താ ചെവി ഒന്നും കേൾക്കുന്നില്ലേ? ഞാൻ എത്ര വട്ടം വിളിച്ചു നിന്നെ. എന്താണ് നീ ഇത്രയ്ക്ക് ആലോചിച്ചുകൊണ്ടിരുന്നത്? ഞാൻ വെറുതെ ഓരോന്നൊക്കെ. അതൊന്നുമല്ല, കാര്യമായിട്ട് എന്തോ ആണെന്ന് എനിക്ക് നിന്റെ വിളി കേൾക്കാതെയുള്ള നടത്തം കണ്ടപ്പോ മനസ്സിലായി. നിന്നോട് മുത്തശ്ശി എന്ത് പറയാനാണ് വരാൻ പറഞ്ഞത്? അത് തിരുമേനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാണ്. നിനക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലെന്നും പറഞ്ഞു. നിനക്ക് പിന്നെ ഭയങ്കര വിശ്വാസമാണല്ലോ. നമ്മുടെ ലൈഫിൽ വിശ്വസിക്കാൻ പറ്റാത്ത പലതും കൺമുന്നിൽ നടക്കുമ്പോ നമ്മൾ ഇതൊക്കെ വിശ്വസിച്ചു പോകും ശിവ. നിനക്കിത് എന്ത് പറ്റി? കുറച്ചു സമയം മുത്തശ്ശനോട് സംസാരിച്ചപ്പോ തന്നെ ഇത്രയും മാറ്റമൊക്കെ വന്നല്ലോ. നീ ഇങ്ങനെ കളിയാക്കതെ. നീ ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരു സമയം വന്നാലോ? പിന്നെ എനിക്ക് നിന്നെ പോലെ തലയ്ക്ക് ഓളമല്ലേ. ഞാൻ പോട്ടെ, ആളെ ഓഫീസിൽ കാണും. എന്നാൽ ഇവന് ഇത് എന്ത് പറ്റി? മൊത്തത്തിലൊരു മാറ്റം. മുത്തശ്ശൻ വല്ലതും പറഞ്ഞു കേട്ടതുകൊണ്ടാകും. ഇങ്ങനെയുള്ള കഥയൊക്കെ കേട്ട ആരായാലും വിശ്വസിച്ചു പോകും. അമ്മേ, ഇവിടുത്തെ ആൾക്കാരൊക്കെ എവിടെ? ആരെയും കാണുന്നില്ലല്ലോ. നിനക്കിപ്പോ ആരെയാ കാണേണ്ടത്? അപ്പു എവിടെ? അവൾ മുറിയിലുണ്ടാകും. ഇന്നലെ മുതലേ എന്തോ പറ്റിയിട്ടുണ്ട്. എന്തേ അങ്ങനെ പറയാൻ? ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഞാൻ എന്തോ ചോദിച്ചന് എന്തൊക്കെയോ പറയുന്നത് കേട്ടു. ഇനി അവൾക്കും അജുവിനെ പോലെ ആ തിരുമേനിയുടെ കഥ കേട്ട് അതിന്റെ വിഷമമാണോ? അപ്പു, നീ ഇന്നലെ മുതൽ ഇതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയില്ലെന്ന് അമ്മ പറഞ്ഞല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല. അങ്ങനെ കാരണമില്ലാതെ നീ ഇവിടെ ഒതുങ്ങിയിരിക്കില്ലെന്ന് എനിക്കറിയാലോ. എന്നെ കാണാൻ ഒട്ടും കൊള്ളില്ലേ ഏട്ടാ? നിനക്കിപ്പോ എന്താ അങ്ങനെ ഒരു സംശയം? ഏട്ടൻ പറ. അങ്ങനെയൊക്കെ ചോദിച്ചാ നീ എന്റെ അനിയത്തിയല്ലേ? അപ്പ എന്റെ ഗ്ലാമർ കുറച്ചൊക്കെ നിനക്കും കിട്ടിക്കാണില്ലേ? ഏട്ടനെ കളിയാക്കിയതാണോ? നീ കാര്യം പറ. ഒരാൾ എന്നോട് പറഞ്ഞു എന്നെ കാണാൻ ഒട്ടും കൊള്ളില്ലെന്ന്. ആരാ എന്റെ അപ്പുവിനോട് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞത്? ഏട്ടാ, ആരെങ്കിലും പറയുന്നത് കേട്ടാണോ അപ്പു നമ്മളെ വിലയിരുത്തേണ്ടത്? നിനക്കിപ്പോ എത്ര വയസ്സായി? 20. എന്നിട്ടാണോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്? നീ എന്താണെന്ന് നിനക്കറിയുന്നിടത്തോളം ആരെന്ത് പറഞ്ഞാലും അത് നിന്നെ ബാധിക്കില്ല. പിന്നെ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് നമ്മളെ വിലയിരുത്തുന്നവരുടെ വാക്കുകൾ ഒരിക്കലും കേൾക്കാനും നിൽക്കരുത്. പുറത്ത് കാണുന്നതല്ല ഒരാളുടെ യഥാർത്ഥ സൗന്ദര്യം എന്ന് മനസ്സിലാക്കാൻ മാത്രം വിവരം അവർക്കില്ലെന്ന് വേണം കരുതാൻ. അല്ലപ്പോ, എനിക്കൊരു ഡൗട്ട്. വെറുതെ ഒരാൾ വന്ന് നിന്നോട് എന്തെങ്കിലും പറയൂ? നീയും എന്തെങ്കിലും അയാൾ പറഞ്ഞിട്ടാകുമല്ലോ. അത് പിന്നെ ഞാൻ അയാളെ എന്താ നടന്നത്? അജുവും താനും കൂട്ടിയിടിച്ചതും താൻ അവനോട് വാദിച്ചു ജയിക്കാൻ അവനെ കുറിച്ച് മോശമായി പറഞ്ഞതൊക്കെ അപ്പു ശിവയോട് തുറന്നു പറഞ്ഞു. ഇത്രയൊക്കെ അവനെപ്പറ്റി പറഞ്ഞിട്ടും അവൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. അത് തന്നെ വലിയ കാര്യമെന്ന് വിചാരിച്ചോ? വിട്ടേക്ക്, ദേഷ്യമൊന്നും തോന്നേണ്ട. അവരൊക്കെ കുറച്ചു നാൾ കഴിയുമ്പോ പോവും. നമ്മളായിട്ട് ആരോടും വെറുപ്പൊന്നും കാണിക്കാൻ നിൽക്കണ്ട. അജു, നീ ആ തിരുമേനിയോട് എല്ലാം പറഞ്ഞോ? പിന്നെ പറയാതെ, നമ്മൾ പറയാതെ തന്നെ അയാൾ ഇത്രയും അറിഞ്ഞ് ബാക്കി കൂടി കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് എളുപ്പത്തിൽ കഴിയും. അപ്പ ഒന്നും അറിഞ്ഞില്ലല്ലോ? ഇല്ല, അദ്ദേഹം ആരോടും ഒന്നും പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തിരുമേനിക്ക് അറിയാമല്ലോ അതറിഞ്ഞാൽ ഇവിടെ പ്രശ്നമാകുമെന്ന്. എന്നാലും അത് എങ്ങനെയായിരിക്കും നമ്മൾ വന്നതൊക്കെ അറിഞ്ഞത്? എന്തൊക്കെയോ കഴിവുകളൊക്കെ ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഞാനും ശിവയും തമ്മിൽ കണ്ടതിനെ കുറിച്ചൊക്കെ അദ്ദേഹം ചോദിച്ചത് എന്തിനായിരിക്കും എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇനി അദ്ദേഹം പറഞ്ഞ കഥയുമായി എന്തെങ്കിലും ബന്ധം കാണൂ? പിന്നെ ഇനി നീയാണ് ആ കുട്ടിയുടെ പുനർജന്മം എന്നൊന്ന് നീ പറഞ്ഞേക്കല്ലേ നച്ചു? അതെന്താ? അതിന് ആ കുട്ടിയുടെ പ്രണയത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനാണ് പുനർജനിക്കുമെന്ന് പറഞ്ഞത്. നിനക്കെവിടെ പ്രണയം? ഇനിയും ഉണ്ടാകാലോ. ഇനി നിനക്കൊരു ചെക്കനെ കണ്ടുപിടിച്ച് അവനെ കൊണ്ട് നിന്നെ ഇഷ്ടപ്പെടുത്തി നിങ്ങളുടെ കല്യാണം നടത്തിത്തരാൻ തിരുമേനിയോട് പറയാം. എന്റെ അജു, നീ ഇത്രയ്ക്ക് പൊട്ടനാണോ? അദ്ദേഹം പറഞ്ഞതല്ലേ നാഗത്തമാർ അവളെ അനുഗ്രഹിച്ചെന്ന്. പിന്നെ ഈ തറവാട്ടിലെ കാര്യമായതുകൊണ്ട് ഇവിടെ ഇപ്പൊ മാരേജ് ചെയ്യാൻ കറക്റ്റ് ആയിട്ടുള്ളത് ഞാനല്ലേ. ഞാൻ കഴിഞ്ഞിട്ട് അപ്പൂന് എന്തായാലും ചാൻസ് ഉള്ളൂ. അവൾക്ക് പ്രണയം ഉണ്ടെങ്കിൽ ചാൻസ് കൂടുതൽ അവൾക്കാവുമല്ലേ മോളെ? നന്ദ, തിരുമേനിക്ക് മോളുടെ ജനനസമയം ഒന്ന് അറിയണമെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നില്ല അച്ഛ മോൾ ഇതിലൊക്കെ വിശ്വസിക്കുമെന്ന്. അതിന് മാത്രം ഒന്നും ചെയ്യാനില്ലല്ലോ. അവളാണ് ലക്ഷ്മിയുടെ പുനർജന്മം എന്ന് തിരുമേനി പറഞ്ഞ് അവളൊന്ന് കാവിലും നാഗത്തറയിലും വിളക്ക് വെക്കണം. പിന്നെ അവൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി.
ഒരിക്കൽ അവൾ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്കും ചെയ്യാമല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചുനാൾ കഴിഞ്ഞ് തിരിച്ചു പോകും. പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ തന്നെ ചെയ്യേണ്ടി വരില്ലേ? നിങ്ങൾക്കൊക്കെ ഇനി നാട്ടിൽ തന്നെ നിന്നൂടെ നന്ദ? എത്ര വർഷങ്ങളായി ഇങ്ങനെ? അതൊന്നും ഇനി നടക്കില്ല അച്ഛാ. ഇപ്പൊ തന്നെ വാസുവും സീതയും അവിടെ എല്ലാം നോക്കി നടത്താൻ ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ സമാധാനത്തോടെ നിൽക്കുന്നത്. പിന്നെ നച്ചുവിനും ഇവിടുത്തെ ലൈഫ് സ്റ്റൈലൊന്നും ശരിയാവില്ല. അവൾ ജനിച്ചതും വളർന്നതൊക്കെ അവിടെയല്ലേ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ വന്ന് എല്ലാവരെയും കാണാം. നിങ്ങൾക്കൊക്കെ അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് എന്തിനാ വെറുതെ നിങ്ങളുടെ സന്തോഷം കളയുന്നത്? അച്ഛനെ വിഷമിപ്പിച്ചതല്ല. എനിക്ക് പെട്ടെന്ന് അങ്ങനെ എല്ലാം വേണ്ടെന്ന് വെച്ച് വരാൻ പറ്റില്ല. കുറച്ച് നാളുകൾ എന്തായാലും ഇങ്ങനെ പോട്ടെ. പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം.